ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടകര ഹാർബറിന്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഏകദേശം 45 ദിവസം മീൻ പിടിക്കാനുള്ള നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അത് എല്ലാ വർഷവും ഉള്ളതാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ. അപ്പം ജൂലൈ മാസം 31-ാം തീയതി രാത്രി ബോട്ടുകൾ മീൻ പിടിക്കാൻ വേണ്ടി വീണ്ടും തുറന്നു കൊടുത്തിട്ടുണ്ട്. ജൂലൈ മാസം 31-ാം തീയതി രാത്രി 12 മണിക്കാണ് ബോട്ടുകൾ വീണ്ടും മീൻ പിടിക്കാൻ പോയത് കൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാവിലെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം മീനുകൾ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ വരവൊക്കെ എന്ന് പറയുന്നത് കൊഞ്ചുകളുടെ വരവാണ്. അപ്പൊ ആദ്യം പോയിട്ട് വന്ന ബോട്ടുകളിൽ നിന്നൊക്കെ ഉള്ള കൊഞ്ച് കളക്ഷൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ബോട്ടുകളെല്ലാം ഒന്നും എത്തിയിട്ടില്ല, ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ബോട്ടുകളിൽ നിന്ന് കൊഞ്ചുകൾ ഇത് കൊട്ടയ്ക്കകത്താക്കി ഉടനെ തന്നെ നീണ്ടകര ഹാർബറിൽ തന്നെ അപ്പൊ തന്നെ ലേലം വിളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഈ കൊഞ്ച് ഏകദേശം 2900-നാണ് ഇപ്പൊ ലേലം വിളിച്ച് പോയിരിക്കുന്നത്. ഓരോ ലേലം വിളിയിൽ ഓരോ റേറ്റ് ആയിരിക്കും. ചിലപ്പോൾ 2500 ആയിരിക്കും, ചിലപ്പോൾ 2900, ചിലപ്പോൾ 3000. അപ്പൊ ഇങ്ങനെ ഓരോ വിളി അനുസരിച്ചിരിക്കും. അപ്പം ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും ലേലം വിളിയിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതിനകത്ത് കച്ചവടക്കാരാണ് ഇത് ലേലം വിളിച്ച് അപ്പം എടുക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് കച്ചവടക്കാർ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും. അവരന്നേരം ലേലം വിളിക്കുന്ന സമയത്ത് ലേലത്തിൽ പങ്കെടുത്ത് കൊഞ്ചുകൾ ലേലം വിളിച്ച് എടുക്കുന്നതാണ്. ബോട്ടുകളിൽ നിന്ന് കൊഞ്ചുകൾ വാരിക്കൊണ്ടിരിക്കും. ഒരു മറ്റേ സൈഡിൽ ലേലം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എടുക്കുന്നതനുസരിച്ച് അപ്പൊ തന്നെ ഉടനെ തന്നെ ലേലം വിളിച്ച് എടുക്കുന്നതാണ്. ഒരു വിളിയല്ല, ഒരുപാട് ലേലം വിളി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഒരെണ്ണം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പൊ ഈ കാണുന്നതാണ് ഇപ്പം ലേലം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2500 രൂപയ്ക്കാണ് ഇപ്പം ഇത് ലേലം വിളിച്ച് ഒരാൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞത് ഇത് വാരി മാറ്റിയതിന് ശേഷം അടുത്ത വീണ്ടും ഉടനെ തന്നെ അടുത്ത കൊഞ്ച് കൊണ്ട് ഇറക്കുന്നതാണ് അടുത്ത വിളിക്ക് വേണ്ടി. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ രാവിലെ ഇതിപ്പം നേരത്തെ ആയതുകൊണ്ട് തന്നെ ബോട്ടുകളുടെ വരവ് കുറവാണ്. ഇങ്ങനെ ഓരോന്നായിട്ട് ബോട്ടുകൾ വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇപ്പൊ ബോട്ടുകളുടെ എണ്ണം കുറവാണ്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള ലേലം വിളിയാണ്. ഇനി പോകുന്നതനുസരിച്ച് കൊഞ്ചുകളുടെ ഇതുപോലെ ലേലം വിളി കൂടിക്കൊണ്ടിരിക്കും. ഇത് ഏകദേശം 2500 വരെ ഇപ്പം ലേലം വിളിച്ചിട്ടുണ്ട്. അടുത്തതാണ് ഇപ്പൊ 2600-നാണ് ഇപ്പം ഇത് ലേലം വിളിച്ച് എടുത്തിരിക്കുന്നത്. കച്ചവടക്കാര് ഇത് ലേലം വിളിച്ചെടുത്തതിന് ശേഷം അവര് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി, മീൻ മാർക്കറ്റുകളിൽ കൊണ്ടുപോയി വീട്ടാവശ്യത്തിനുള്ളവർക്കൊക്കെ ഇത് വിൽക്കുന്നതാണ്. 100, 200, 300 രൂപയ്ക്കൊക്കെ അവര് തൂക്കം അനുസരിച്ച് ഇവര് കൊടുക്കുന്നതായിരിക്കും. ബോട്ടുകളൊക്കെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് പോലെ തന്നെ ഓരോ ബോട്ടുകളായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് എണ്ണങ്ങളുള്ള ബോട്ടുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ അത് ബോട്ടുകൾ വരുമ്പോൾ നമുക്ക് എന്താണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. പക്ഷെ
വന്ന് എത്തിച്ചേരുമ്പോഴാണ് കൊഞ്ചാണോ അതോ മറ്റു മീനുകളാണോ എന്ന് അറിയുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് കൊഞ്ചാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത കൊഞ്ചിന്റെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കൊട്ടയ്ക്കകത്തിരിക്കുന്നത് മാത്രമല്ല താഴെ കിടക്കുന്നത് കൂടെ ചേർത്തിട്ടാണ് ലേലം വിളിക്കുന്നത്. അപ്പൊ ഇത്രയും കൊഞ്ചിപ്പം 2600 രൂപയ്ക്കാണ് ഇപ്പം ലേലം വിളിച്ച് ഒരാൾ എടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ വാരി എടുക്കാനൊക്കെ യൂണിയൻകാരാണ് ഉള്ളത്. യൂണിയൻകാരാണ് അതൊക്കെ വാരി അവര് കറക്റ്റായിട്ട് കൃത്യമായിട്ട് എടുത്ത് വെച്ച് തരുന്നത്. യൂണിയനിൽ ചെറിയ ഒരു കൊട്ടയ്ക്കകത്ത് എടുക്കുന്നതിന് ചെറിയൊരു എമൗണ്ട് അവർക്കും കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കൊഞ്ചിപ്പം 2600 രൂപയ്ക്ക് ലേലം വിളിച്ച് ഒരാൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ലേലം വിളി ഉടനെ തന്നെ വീണ്ടും തൊട്ടപ്പുറത്ത് നടക്കുകയാണ്. 2500 രൂപ ഇപ്പം അവരെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ലേലം വിളി 2600 ആയിട്ടുണ്ട്. 26 പറഞ്ഞെങ്കിൽ 2500-നാണ് ഇപ്പം ഒരാളിപ്പം ലേലം വിളിച്ച് ഫൈനലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഉടനെ തന്നെ അത് വാരി മാറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബോട്ടുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവിടെ വീണ്ടും കൊഞ്ചുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റുള്ള മീനിന്റെ വരവുകൾ കുറവാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ മറ്റുള്ള മീനുകൾ വരുന്നതാണ്. നമ്മൾ അതിനകത്ത് തുടർന്നുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇനി മറ്റു മീനിന്റെ വരവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇന്നിപ്പം സ്റ്റാർട്ടിങ് ആയതല്ലേ ഉള്ളൂ. ഇനി പിറ്റേന്ന് തൊട്ട് വീണ്ടും വീണ്ടും മീനിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ.
ഇതിപ്പോ നീണ്ടര ഹാർബറിന്റെ ഫ്രണ്ട് വശമാണ്. ഇവിടെ വണ്ടികൾ, ചെറിയ വണ്ടിയും വലിയ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ബോട്ടൊക്കെ വന്നതിന് ശേഷം മീനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്നും ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.